ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇതൊരു കോംബോകളുടെ സീസൺ ആയിരുന്നില്ല. വലിയ കോംബോയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സീസൺ ആയിരുന്നു. ഫ്രണ്ട്ഷിപ്സ് ഉണ്ട്, പക്ഷെ അതൊന്നും അത്ര ഒരു കോംബോ ആയിട്ട് വെളിയിൽ സ്വീകാര്യത നേടിയിട്ടില്ല. ആകെ ഷാനവാസ് അനീഷ് ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഇപ്പൊ അതും പയ്യെ പയ്യെ മങ്ങി ഇല്ലാതായ ഒരു കാഴ്ചയായിരുന്നു. പക്ഷെ ഇന്ന് വീണ്ടും ലൈവിനകത്ത് കണ്ട ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോള് ഷാനവാസ് അനീഷ് ഓരോ സോഫയിലായിട്ട് ഇരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഷാനവാസ് കളിയാക്കുന്നുണ്ട്, അനുമോളെയും അനീഷിനെയും വെച്ചിട്ടാണ് കളിയാക്കുന്നത്. അത് ഇന്നലെ ആ ഒരു ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അനീഷ് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു ടാസ്ക് ചെയ്തുകൊണ്ടിരുന്നവരെ. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, അനീഷേട്ടൻ ഇവിടെ നിൽക്കുമ്പോ തന്നെ ഒരു കുളിർമയാണ്, അനീഷേട്ടൻ ഇവിടെ നിന്നാൽ മാത്രം മതി എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുമോള് പറഞ്ഞു. പിന്നെ ഇന്നാണേലും ആ ഒരു മോർണിംഗ് ടാസ്കിന്റെ സമയത്ത് ക്രഷ് തോന്നിയിട്ടുണ്ടോ, അത് സോ ആൻഡ് സോ ചോദ്യങ്ങളൊക്കെ അനുമോള് ചോദിച്ചിരുന്നു. അപ്പൊ അനീഷ് ഓപ്പൺ ആയിട്ട് ഇച്ചിരി സമ്മതിച്ചു, എനിക്ക് സ്നേഹം തോന്നിയിട്ടുണ്ട്, ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ഏത് രീതിയിലാണ്, എന്താണ്, ചിലപ്പോൾ സിസ്റ്റർലി ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, എക്സ് ഓർ വൈ, ആ രീതിയിൽ അനീഷ് പറഞ്ഞിരുന്നു. ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സോഫയുടെ ഈ ഒരു ഏരിയയിൽ ഇരുന്നപ്പോഴത്തേക്കും പാല് വേണോ, അനുമോൾ പാല് കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അനീഷേട്ടന് പാല് വേണോന്ന് ചോദിച്ചിട്ട് അനീഷേട്ടന് വേണ്ടി ഒരു ഗ്ലാസ് എടുത്തിട്ട് ആ ഗ്ലാസ്സിനകത്തോട്ട് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഷാനവാസ് കളിയാക്കുന്നുണ്ട്, ആ പാലിന്റെ പകുതിയൊക്കെ ആദ്യരാത്രിയൊക്കെ ഷെയർ ചെയ്യുന്ന കണ്ടിട്ടുള്ളൂ, ഇതെന്താണെന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് കളിയാക്കുന്നുണ്ട് രണ്ടുപേരെയും. അപ്പൊ അനുമോളും അനീഷും അങ്ങ് ആക്ട് ചെയ്യുകയാണ്, ആ കൂട്ടത്തിൽ തന്നെ അങ്ങ് ആക്ട് ചെയ്യാണ്. അനുമോളുടെ ഒരു നാണവും ഒക്കെ വെച്ചിട്ട് അനുമോൾ ആക്ട് ചെയ്യുകയാണ്. പിന്നെ അനീഷ് ആ രീതിയിൽ തന്നെ അങ്ങ് ആക്ട് ചെയ്യുന്നുണ്ട്. ഉത്തമയായ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് അവിടെ വെച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ അനുമോള് നാണം കുടുങ്ങി ഇങ്ങനെ ഓടുന്ന പോലെയൊക്കെ കാണിച്ചിട്ട് അത്രയുമാണ് ലൈവിനകത്ത് കാണിച്ചത്. ഇത് ഷാനവാസ് ഈ കളിയാക്കിയ ഒരു ഭാഗവും കാര്യങ്ങളും ഒക്കെ എനിക്കൊന്ന് എപ്പിസോഡിൽ വരുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. വരേണ്ട സാധനങ്ങൾ തന്നെയാണ്, നല്ല എന്റർടൈനിങ് ആയിരുന്നു കണ്ടിരിക്കാനായിട്ട്. എന്തായാലും അനുമോള് അനീഷിന്റെ പുറകെ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്, ഒരു കോംബോ പിടിക്കാനായിട്ട് കേട്ടോ. ഞാൻ വേറൊന്നും അല്ല പറയുന്നത്, ഗെയിമിന് വേണ്ടിയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഒരു കോംബോ. ആ ഒരു കോംബോ ഗെയിമിലേക്ക് കാര്യങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് വേറെ സ്ഥാനങ്ങൾ ഉറപ്പിക്കാനായിട്ട് പറ്റും. ഇപ്പൊ അനീഷിനാണെങ്കിലും അനുമോൾക്കാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പ്രേക്ഷക പിന്തുണയുള്ള കണ്ടസ്റ്റൻസ് ആണ്. ഇവരുടെ വോട്ടുകൾ ഇവർക്ക് തന്നെ ഉറപ്പിക്കാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ഈ ഒരാഴ്ച എന്തായാലും നോക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.